വെടിക്കെട്ടിന്റെ നൈമിഷിക സന്തോഷം വേണ്ടെന്ന് പത്തനംതിട്ട ചന്ദനപ്പള്ളി വലിയ പള്ളി തീരുമാനിച്ചപ്പോൾ സഫലമായത് അർഹരായ കുടുംബത്തിന് സ്വപ്നഭവനം. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് ഒഴിവാക്കി പകരം സ്നേഹഭവനം നിർമ്മിക്കണമെന്ന മലങ്കര സഭാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയുടെ ആഹ്വാനപ്രകാരമാണ് ചന്ദനപ്പള്ളി വലിയ പള്ളി പ്രവാസി കൂട്ടായ്മ ഭവന നിർമ്മാണം ഏറ്റെടുത്തത്. പ്രശസ്തമായ പത്തനംതിട്ട ചന്ദനപ്പള്ളി പള്ളിപ്പെരുന്നാളിനോട് അനുബന്ധിച്ച് പതിവായി സംഘടിപ്പിക്കുന്ന വലിയ വെടിക്കെട്ട് ഒഴിവാക്കിയതിന് പുറമെ പ്രവാസി സംഗമം ലളിതമാക്കി ലഭിച്ച തുകയും കൊണ്ടാണ് ഒരു കുടുംബത്തിന് സ്നേഹഭവനം തീർത്തത്. 2 കിടപ്പുമുറികളും ഹാളും അടുക്കളയും ശുചിമുറിയും ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടിയ സ്നേഹഭവനം 60 ദിവസം കൊണ്ടാണ് പണികൾ പൂർത്തിയാക്കിയത്. ഓടിട്ട വീട് വേണമെന്ന വൃദ്ധ ദമ്പതികളുടെ ആവശ്യവും പരിഗണിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമനസ് ഇക്കഴിഞ്ഞ തൃശൂർ മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ ഭാഗമായി മലങ്കര ഓർത്തഡോക്സ് സഭയിലെ സഭാമക്കളോട് ഈ വർഷത്തെ പെരുന്നാൾ ആഘോഷങ്ങളിൽ കുറവ് വരുത്തിക്കൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനം, ഭവനം പോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾ മാറി ചിന്തിക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് അഭിമന്യനായ തിരുമേനി നൽകിയ ഇടയ സന്ദേശത്തിൽ മലങ്കരയിലെ പള്ളികളോട് ആവശ്യപ്പെട്ടു. മറ്റ് ആഘോഷങ്ങളിൽ നിന്നും കരുതി വയ്ക്കുന്ന തുക ഉപയോഗിച്ച് ഒരു ഭവനം നിർമ്മിക്കാനുള്ള സാധ്യത പരിശോധിക്കാം. അങ്ങനെ ലോകത്തിന് വെളിച്ചമാകുന്ന ഒരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും വലിയ സന്തോഷം. ഈ ദേവാലയം ആണ് ഇന്ന് മലങ്കര സഭയിലെ ആദ്യമായി ഇതുപോലൊരു ഭവനം ബാബാ തിരുമേനിയുടെ ആഹ്വാനപ്രകാരം സ്നേഹ ചലഞ്ച് വഴിയായി ആദ്യമായി സമർപ്പിക്കപ്പെടുന്നത് ഈ ദേവാലയം വഴിയായിട്ടാണ് എന്നുള്ളത് അഭിമാനത്തോടു കൂടി ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുകയാണ്. ഏതാണ്ട് 75 വയസ്സിന് മുകളിൽ പ്രായമുള്ള 2 വൃദ്ധ ദമ്പതികൾക്ക് ആണ് ഈ ഭവനം നൽകുന്നത്. ഇതിന്റെ വാസയോഗ്യമായൊരവസ്ഥയിൽ ആക്കി തരുവാൻ തക്കതായ ചോർന്നൊലിക്കാത്ത ഒരവസ്ഥയിലാക്കി തരണമെന്ന ആഗ്രഹം പറഞ്ഞത് അതിനേക്കാളൊക്കെ അപ്പുറമായി വളരെ മനോഹരമായി പൂർത്തീകരിച്ച് ഇന്ന് കുദാശ ചെയ്ത് സഭയ്ക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി ആ കുടുംബത്തിന് സമർപ്പിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകരെയും, പ്രത്യേകിച്ച് പ്രവാസ ലോകത്ത് പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഏവരുടെ മേലും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സിസൽ ജോൺ, ദൂരദർശൻ ന്യൂസ്, പത്തനംതിട്ട.